ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് ബസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നിങ്ങളെ എല്ലാവർക്കും സംശയിക്കണം. ഇപ്പം ഞാനിന്ന് ഭാരതപ്പുഴയിലാണ്. ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലുള്ള കല്യാണത്തിനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് രസങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ഒരു ടൂറും കൂടിയുണ്ട്. 2 സ്ഥലം നമ്മൾക്ക് കാണാനുണ്ട്. അപ്പോൾ എല്ലാതും കൂടി നല്ല സൂപ്പറാക്കി നമ്മൾക്ക് എടുക്കാം. പക്ഷേ ഞാൻ എന്നും പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. എന്താ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വലിയൊരു ബോർഡ് കണ്ടെത്തിങ്ങളെ, അതിൽ കുറേ വാണി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അതിൻ്റെ ഒരു കുഞ്ഞു സ്റ്റെപ്പ് ഉണ്ട്, അതിൽ ഇറങ്ങി നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച. പിന്നെ ഞങ്ങൾ പേടിച്ചപ്പോൾ കയറി വന്നു. നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്, ഇറങ്ങരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഭാരതപ്പുഴ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പറ്റുന്നത്. നല്ല രസമാണ് ഇവിടെ. ഞങ്ങളൊരു ദിവസം വന്ന് ഇവിടെ എല്ലാം ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് വന്ന് അതിന് നല്ല രസമായിരുന്നു. ഈ പുഴയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കേരളത്തിലെ 2ാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഈ നദിയുടെ നീളം 209 കിലോമീറ്റർ ആണ്. ഈ ഭാരതപ്പുഴ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ്. ഈ പുഴ ഒഴുകിച്ചേരുന്നത് അറബിക്കടലിലാണ്. നിങ്ങൾ അറബിക്കടലിൽ നിന്ന് കേൾക്കുമ്പോൾ അറബി നാട്ടിലാണെന്ന് വിചാരിക്കണ്ട. നമ്മുടെ സ്വന്തം പൊന്നാനിയിലാണ്. പൊന്നാനി കടലിലാണ് ഈ ഭാരതപ്പുഴ ചേരുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ഈ 3 ജില്ലകളിൽ കൂടിയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഈ പുഴവക്കത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ കുഞ്ഞി തണുപ്പുള്ള ഇളം കാറ്റ്. ഈ കുഞ്ഞിക്കാറ്റ് പുഴ തൊട്ട് തല ഓടിക്കൊടുക്കുമ്പോഴാണോ അത് ചിരിക്കുന്നത് പോലെ തോന്നുക. ആ കാറ്റിൻ്റെ കൂടെ ആ പുഴ കൂട്ടായി ഒഴുകുന്നു. ആ പുഴവക്കിൽ ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഒരു കുഞ്ഞി താറാവിനെ കണ്ടു. അത് ഒരൊറ്റപ്പെട്ടൊരു താറാവാണ്, പാവം.
ആർക്കാ കൊടുക്കേണ്ടത്? അതിന് കൊടുത്തോ, അതിന് കൊടുത്തോ. ഇത് കാണാൻ ഒരു പോയ കാണാ പോയിക്കുണ്ട ഒരു വള്ളത്തിനായി എനിക്ക് ഒരുപാട് ഇഷ്ടം ഇതേപോലത്തുള്ള സ്ഥലങ്ങളൊക്കെ. പുഴ, കടല്, തോട്, പിന്നെ മല, വെള്ളച്ചാട്ടം, ഇതൊക്കെ എന്ത് രസാലേ കാണാൻ. എനിക്ക് പാർക്കിൽ കളിക്കണേക്കാട്ടും ഇഷ്ടം ഇതേപോലത്തെ സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ തന്നെ അല്ലേ? എനിക്ക് ആ പുഴയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ വല്ലാത്ത സങ്കടം പോലെ. ആ സങ്കടമൊക്കെ തോന്നാൻ എന്താ ഒരു കാരണം? നമ്മൾ ആ പുഴയ്ക്ക് കുറേ വേസ്റ്റ് വലിച്ചിട്ടുണ്ട്. അതൊക്കെ കട്ടിക്ക് നിന്ന് എൻ്റെ വെള്ളത്തിൻ്റെ മേലെയാവും. അപ്പോൾ ആ പുഴനെ കൊല്ലാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി അങ്ങനെ എൻ്റെ കൊച്ചു ഫ്രണ്ട്സ് ചെയ്യരുത്. ഞാനും അങ്ങനെ ചെയ്യുന്നില്ല. കണ്ടില്ലേ ഇവിടൊക്കെ എത്ര വേസ്റ്റാ. അത് വലിച്ചെറിയണവർക്ക് എന്തോ പോലെ ആവൂലേ. അതിങ്ങനെ അട്ടിക്കട്ടിക്ക് നിന്ന് ആ പുഴ പോണു. പിന്നെ പാവപ്പെട്ടവർക്ക് കുളിക്കാനുള്ള ഒരു സഹായം കൂടിയാണ്. പക്ഷെ നമ്മളത് ചെയ്യാൻ പാടുണ്ടോ? നഷ്ടമല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സുകളെ. നമ്മൾ ഒരിക്കലും ഒരു തോടിനും ഒരു പുഴനെ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾക്ക് തെറ്റാണത്. ഭാരതപ്പുഴ മുകളിൽ കൂടിയുള്ള കുറ്റിപ്പുറം ബ്രിഡ്ജാണിത്, എന്ന് വെച്ചാൽ പാലം. ഇനി നമ്മൾ പോകുന്നത് ഭാരതപ്പുഴ ഒഴുകിച്ചേരുന്ന പൊന്നാനി കടൽ കാണാനാണ്. അതിന് മുന്നേ ഒരു സ്ഥലത്തും കൂടി പോകുന്നുണ്ട്. BM കായലിലാണ് അതിൻ്റെ മുന്നേ പോകുന്നത്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുമിച്ചങ്ങോട്ട് പോവാം. അപ്പം ഞങ്ങൾ ഏകദേശം BM കായലിൻ്റെ അടുത്ത് എത്താറായി. ഞാനിതുവരെ കായൽ കണ്ടിട്ടില്ല. തോട്, പുഴ, കടൽ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കായൽ കണ്ടിട്ടില്ല. നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പാണിത്. നമ്മളിപ്പോൾ BM കായലിൻ്റെ അടുത്തെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയ തുടർന്ന് കാഴ്ചകളാണ് ഇത് എല്ലാം. ബാക്കിയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾക്ക് ഒന്നാണ് നടന്ന് നോക്കാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കായൽ കാണുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കായൽ. ഇതിൻ്റെ മുകളിൽ കുറേ പൂവിട്ട് നിൽക്കണ സാധനമുണ്ട്. എന്താണെന്നറിയില്ല, ഒരു ചെടി തന്നെയാണ്. അത് വെള്ളത്തിൽ പൊന്തിക്കെടുക്കുകയാണ്. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ചെടികളാണ്. പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ കുറേ പൂത്ത് നിൽക്കണ പൂക്കുട്ടന്മാരാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ.
ഈ കായലിന്റെ ഇപ്പുറത്ത് വെള്ളം കെട്ടി നിർത്തുന്ന ഷട്ടറുണ്ട്. ഈ ഷട്ടറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കായലിന്റെ ഭംഗി കണ്ടിട്ടും കൊതി തീരുന്നില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഒരു പാർക്കുണ്ട്, അവിടെ പോയി നോക്കി വിശേഷങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഇതാട്ടാ ആ കൊച്ചു പാർക്ക്. ഇതിലോ ഒത്തിരി കുട്ടികളുണ്ട്. അവരൊക്കെ കളിക്കണ കണ്ടപ്പോൾ എനിക്കും കൊതിയായി. ഞാൻ അവരപ്പോൾ കയറി കളിച്ചു. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് കടലിൽ പോയി സൂര്യൻ അസ്തമിക്കുന്ന കാണാനായിരുന്നു. ഇവിടെ ഞങ്ങൾ കൊച്ചു കളികളൊക്കെ കഴിഞ്ഞ് വേഗം ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വെള്ളപ്പൂക്കളെന്ന്. ഇതാണ് ആ പൂക്കള്. പൊന്നാനി കടലാണ്ട് സൂര്യൻ അസ്തമിക്കാൻ നേരത്തുള്ള കായലിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സൂര്യൻ ഒന്ന് ഉറങ്ങാൻ പോകുന്ന കടലിൽ പോയി കാണാം. ഇനി ഞങ്ങൾ പൊന്നാലി ബീച്ചിൽ സൂര്യൻ ഉറങ്ങാൻ പോകുന്നത് കാണാൻ പോവുകയാണ്. ഇവിടുന്ന് പൊന്നാലി ബീച്ചിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ സൂര്യൻ
ഉറങ്ങാൻ പോകുന്ന കാണാൻ പാടില്ല, സൺസെറ്റ് കണ്ടില്ല. ഈ പ്രാവശ്യം പോകുമ്പോൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾക്കപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ സൺസെറ്റ് കാണാൻ ആകാംക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളതാ കടലിലേക്ക് എത്തി. പക്ഷെ ഞങ്ങളെത്തിയപ്പോൾ സൂര്യൻ നന്നായി ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സൂര്യന് ചോദിക്കുകയായിരുന്നു എന്നോട്, എന്താണെന്നറിയോ, നീ എന്തേ നേരത്തെ വരായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ ഫീൽ ചെയ്യടോ. സൂര്യനെ കാണാൻ പറ്റാതെ ടെൻഷനിൽ ഇങ്ങനെ നിന്നപ്പോൾ ഒരു കുഞ്ഞി തിരമാല വന്നത് എന്നെ കണ്ട് തോണ്ടിക്കണ്ട് പോയി. ഞാൻ കാട്ടും ചുട്ട് പിന്നെ ഒരു തിരമാലകളുടെ തോണ്ടി എന്നെയും പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും കളിച്ചിരസിച്ച് അടിപ്പടിപ്പോയി. ഈ തിരമാല വന്നിനെ തൊട്ടുമ്പോൾ വല്ലാണ്ട് മനസ്സങ്ങ് സന്തോഷിപ്പിക്കുന്ന പോലെ. ഇത് എൻ്റെ അനിയത്തിക്കുട്ടിൻ്റെ പനിയാണ്. അവളെ കാലം നാണയം എൻ്റെ ഉപ്പാൻ്റെ കാലം ചവിട്ടി കയറി നിൽക്കുക. എന്നിട്ട് എന്താ അറിയാം അവള് പറഞ്ഞത്, തിരമാല എന്നെ കടിക്കാൻ വരുന്നേ, തിരമാല എന്നെ കടിക്കാൻ വരുന്നേ. നല്ല രസം അവളൊക്കെ കാണാൻ. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഞങ്ങൾക്ക് വേഗം കല്യാണ വീട്ടിലെത്തണ്ടേ. അപ്പം ഞങ്ങൾ അവിടുന്ന് എത്തി. ഇതാണ് കല്യാണ വീട്ടിലത്തെ ചെക്കനും പെണ്ണും. അപ്പം ഞങ്ങൾക്ക് ഇതാ നല്ല വയറൊക്കെ നിറച്ച് നല്ല ശുഭിഷായിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ, സീ യു. നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാലോ, ഗുഡ് ബൈ.